അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ചെങ്കിസ് ഖാനെ പോലെ ലോകം കീഴടക്കുന്ന ഒരു കൂട്ടം. ആംഗ്രി ബേർഡ്സിനെ പറ്റി ഇത് ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ ബാലരമയിൽ 2012 വന്ന ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞതാണ്. അന്ന് ആംഗ്രി ബേർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കൊച്ചി വെള്ളത്തിൽ പോലുമുള്ള ഒരു ഹൗസ് ഹോൾഡ് ലെവൽ ബ്രാൻഡായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഗെയിം കളിക്കാത്തവർക്കിടയിൽ പോലും ഈ ബേർഡ്സും പവേഴ്സും ഒക്കെ വളരെയധികം പോപ്പുലർ ആയിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് ആംഗ്രി ബേർഡ്സ് എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായി താഴെ വീണത്, ആംഗ്രി ബേർഡ്സ് എന്ന ബ്രാൻഡിന് എന്താണ് സംഭവിച്ചത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡായി പറയാൻ പോകുന്നത്. എൻ്റെ പേര് ശ്രീനന്ദൻ ചെങ്ങന്നൂർ. നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഷോർട്ട് ഔട്ട് ആക്കി സ്കോമിംഗ് മെന്ത്ര എന്ന ഈ ചാനലിലൂടെ തന്നെ പരിചയം ഉണ്ടായിരിക്കും. ഇനി ഇങ്ങോട്ട് ഗെയിമിംഗ് എക്സ്പെൻസിലും ഞാൻ ഉണ്ടായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. ആംഗ്രി ബേർഡ്സിൻ്റെ ഒറിജിനൽ ക്ലാസിക് ഗെയിം ആദ്യമായി റിലീസ് ചെയ്യുന്നത് 2009 ഡിസംബറിലാണ്. അന്ന് iOS ആപ്പ് സ്റ്റോറിൽ ഒരു പെയ്ഡ് ആപ്പായിട്ടായിരുന്നു ആംഗ്രി ബേർഡ്സിനെ കടന്നുവരവ്. അന്ന് ഈ പെയ്ഡ് ഗെയിംസിലേറ്റവും ടോപ്പ് ഗെയിമുകളിലൊന്നായിട്ട് മാറാൻ ആംഗ്രി ബേർഡ്സിന് സാധിച്ചു. എന്നാൽ പിന്നീട് ഈ ഗെയിം ഫ്രീ ആക്കുകയും തൊട്ടടുത്ത വർഷം, അതായത് 2010 ആൻഡ്രോയിഡിലേക്ക് കടന്നു വരികയും കൂടെ ചെയ്തതോടെയാണ് ആംഗ്രി ബേർഡ്സിൻ്റെ വളർച്ച ശരിക്കും ആരംഭിക്കുന്നത്. പിന്നീട് അവിടുന്ന് PC യിലേക്കും കൺസോളിലൊക്കെ പോയി ഒരു മൾട്ടി പ്ലാറ്റ്ഫോം ലെവലിലുള്ള ഹൈ ലെവൽ ഗെയിമായി ആംഗ്രി ബേർഡ്സ് മാറി. എന്നിരുന്നാലും മൊബൈൽ തന്നെയായിരുന്നു ആംഗ്രി ബേർഡ്സിൻ്റെ ഏറ്റവും വലിയ ഫീൽഡ്. അതിന് കാരണം ആ ഒരു സമയത്തുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ റവല്യൂഷൻ ആയിരുന്നു. ലോകമെമ്പാടും എല്ലാവരും സ്മാർട്ട് ഫോൺ ഇങ്ങനെ പ്രചരിച്ച് പോയിട്ട് അതിൽ ആദ്യകാല ഗെയിമുകളിലൊന്നായി മാറിയത് തന്നെയാണ് ആംഗ്രി ബേർഡ്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റുകളിലൊന്ന്. അതിൻ്റെ കൂടെ ഒരു യുണീക്കായിട്ടുള്ള സംഭവമായിരുന്നു ആംഗ്രി ബേർഡ്സ് നമ്മൾ കണ്ടത്. ഒരു സ്ഥിരം റണ്ണർ ഗെയിമോ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ഗെയിമോ റേസിംഗ് ഗെയിമോ ഒന്നും ആയിരുന്നില്ല. കുറച്ച് കിളികൾ, ഈ കിളികളെ തെറ്റാലിയിൽ പറത്തി വിടണം, എന്നിട്ട് പന്നികളെ അവരുടെ കോട്ടയം തകർക്കണം, മുട്ട രക്ഷിക്കണം. ഒരു ബേസ് സ്റ്റോറി ലൈനും ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന മെക്കാനിസംസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആംഗ്രി ബേർഡ്സ് എല്ലാവർക്കും ജനപ്രിയമായി മാറിയത്. ആദ്യ ഗെയിമിൻ്റെ വലിയൊരു സക്സസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ രണ്ടാം ഗെയിമായി ആംഗ്രി ബേർഡ്സ് റിയോ 2011 പുറത്തിറങ്ങി. സോ ബേസിക്കലി ആ ഒരു സമയത്ത് ബ്ലൂ സ്കൈ സ്റ്റുഡിയോസ് എന്ന ആനിമേറ്റഡ് സ്റ്റുഡിയോ ഇറക്കിയ റിയോ എന്ന മൂവിയുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു ഈ ഗെയിം വന്നിട്ടുണ്ടായിരുന്നത്. റിയോ സിനിമയുടെ കഥയും ഈ ഒരു ആംഗ്രി ബേർഡ്സുമായിട്ട് കണക്ട് ചെയ്തൊരു കിടിലം ബാക്ക് സ്റ്റോറിയും കട്ട് സീൻസും ഒക്കെ ആയിരുന്നു ഈ ഗെയിമിലുണ്ടായിരുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു കട്ട് സീൻസ് ഒക്കെ കണ്ട് വണ്ടർ അടിച്ചിരുന്നത് റിയോ സിനിമയുമായിട്ടുള്ള അതിലെ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ. പിന്നെ റിയോ സിനിമയിലുള്ള ആ ഒരു ബേർഡ്സിനെ ഇവിടെ പ്ലേയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കിടിലൻ ഗെയിം. അങ്ങനെ 2 ഗെയിമുകൾ സക്സസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് മൂന്നാമത്തെ ഗെയിമായ ആംഗ്രി ബേർഡ്സ് സീസൺസ് 2011 തന്നെ ഇറക്കി വിടുന്നത്. அங்கே மூணாவது ஒருத்தன் இருப்பானே. സോ ബേസിക്കലി അതുവരെ നമ്മൾ കണ്ടിരുന്ന ആംഗ്രി ബേർഡ്സിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ട് സമ്മർ വിൻ്റർ എന്നൊക്കെ പറഞ്ഞ ഓരോ സീസൺ ബാക്ക്ഗ്രൗണ്ട്, അത് ഓരോ സീസണും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കളിക്കാം. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ലെവൽസും ഉണ്ട്, ഇഷ്ടം പോലെ ഗെയിം കളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സീസൺസ് എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയായിരുന്നു. പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ 500 മില്യൺ ഡൗൺലോഡ്സിലേക്ക് ഗെയിം എത്തുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ ഒരു ഉച്ചിയിൽ നിന്ന് തന്നെ ആംഗ്രി ബേർഡ്സിനെ ഈ ഒരു സമയത്ത് നമുക്ക് വിളിക്കാം. 2012 ആംഗ്രി ബേർഡ്സ് സ്പേസ് റിലീസ് ആവുന്നത്. അതുവരെ നടന്നത് ഭൂമിയിലെ കഥകളാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് സ്പേസിലെ കഥകളായിരുന്നു. സോ സ്പേസിലെ ആ ഒരു ഗ്രാവിറ്റിയും ഐസ് ബേർഡിൻ്റെ ഇൻട്രൊഡക്ഷനും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പുതിയ അറ്റ്മോസ്ഫിയറിൽ ഒന്നൊന്നര ഗെയിം തന്നെയായിരുന്നു ആംഗ്രി ബേർഡ്സ് സ്പേസ്. അതേ വർഷം തന്നെയാണ് ആംഗ്രി ബേർഡ്സ് സ്റ്റാർ വാഴ്സ് പുറത്തിറങ്ങുന്നത്. സോ സ്റ്റാർ വാഴ്സ് എന്ന ലെജൻഡറി ഫ്രാഞ്ചൈസിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോറി, സ്റ്റാർ വാഴ്സ് ഒരു സ്പേസ് ഒപ്പേറ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഇതും സ്പേസിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാർ വാഴ്സ് ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർ വാഴ്സിൻ്റെ കഥ അറിയുന്നത് ഈ ഗെയിമിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് സ്റ്റാർ വാഴ്സ് സിനിമ കണ്ടപ്പോൾ ഈ കഥയൊക്കെ മറന്നു പോയതുകൊണ്ട് സ്പോയിലറൊന്നും ആയില്ല എന്ന് തന്നെ പറയാം. 2012 തന്നെ കൺസോൾസിന് വേണ്ടിയിട്ട് ആംഗ്രി ബേർഡ്സ് ട്രിലജി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2013 ഫേസ്ബുക്കിൽ കണക്ട് ചെയ്തിട്ട് ആംഗ്രി ബേർഡ്സ് ഫ്രണ്ട്സ് റിലീസായി. അതായത് ആ ഒരു സമയത്ത് ആണെങ്കിലും ഫേസ്ബുക്കിൽ ഒരുപാട് ഗെയിമുകൾ നമുക്ക് കളിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ആംഗ്രി ബേർഡ്സ് ഫ്രണ്ട്സൊക്കെ കണ്ട് വണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിം ഫേസ്ബുക്കുമായിട്ടും കണക്ട് ചെയ്ത് വരികയാണ്, അങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാൻ പറ്റും. അങ്ങനെ ഒരു കിടിലൻ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ആംഗ്രി ബേർഡ്സ് ഫ്രണ്ട്സിൻ്റേത്. അതേ വർഷം തന്നെ ആംഗ്രി ബേർഡ്സ് സ്റ്റാർ വാഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി. സ്റ്റാർ വാഴ്സിൻ്റെ പ്രീക്വൽ ട്രിലജിയെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നത്. 2014 ആംഗ്രി ബേർഡ്സ് എപ്പിക് റിലീസ് ആവുന്നത്. അതേ വർഷം തന്നെ ആംഗ്രി ബേർഡ്സ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ക്രോസ് ഓവർ നടന്നു. സോ ബേസിക്കലി ഇങ്ങനെ പലതരത്തിലുള്ള ഗെയിമുകൾ ആംഗ്രി ബേർഡ്സ് ഇറക്കാൻ തുടങ്ങി. അവിടെ തൊട്ടാണ് ആംഗ്രി ബേർഡ്സിൻ്റെ ഡൗൺഫാളിൻ്റെ ഒരു തുടക്കം എന്ന് പറയാൻ പറ്റുന്നത്. ആംഗ്രി ബേർഡ്സ് മാത്രമായിരുന്നില്ല ആ സമയത്തെ ഗെയിം. നമ്മൾ ഒരുപാട് ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്. ഫ്രൂട്ട് നിഞ്ച ആയിക്കോട്ടെ, സബ്വേ സർഫേസ് ആയിക്കോട്ടെ, ടെമ്പിൾ റൺ ആയിക്കോട്ടെ, ഒരുപാട് ഗെയിമുകൾ, പല രീതിയിലുള്ള ഗെയിമുകൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രമായിരുന്നു ആംഗ്രി ബേർഡ്സ്. പക്ഷേ കൂട്ടത്തിൽ ഒരു സ്പെഷ്യാലിറ്റി ബേർഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ കാണുന്ന കാർട്ടൂൺസ് ഒക്കെ പോലെ, ഇപ്പോൾ ബെൻറ്റനിൽ ഏലിയൻസ് ഉണ്ട്, ജാക്കി ചാനിൽ മാന്ത്രികല്ലുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആംഗ്രി ബേർഡ്സിന് പലതരം പവറുകളുണ്ട്. അത് പല രീതിയിൽ യൂസ് ചെയ്യാം, ബേർഡ്സിനെ മാറ്റി കളിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടായിരുന്നു ആംഗ്രി ബേർഡ്സ് നമുക്ക് സ്പെഷ്യലായത്. പക്ഷേ ഒരേ ഗെയിം തന്നെ പല പേരും പല ക്രോസ് ഓവറും വെച്ച് മാറ്റി ഇറക്കി കഴിഞ്ഞാൽ അതങ്ങോട്ട് വർക്ക് ആവത്തില്ലല്ലോ. പിന്നെ പുതിയ ഗെയിമുകൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. ആംഗ്രി ബേർഡ്സ് ഈ ഒരു പഴയ ആപ്പ് സ്റ്റോറിലൊക്കെ ആണെങ്കിലും ബാക്കിലോട്ട് പോകാൻ തുടങ്ങി. സജഷനിൽ പുതിയ ഗെയിമുകൾ വരാൻ തുടങ്ങി.
അങ്ങനെ ഗെയിമിംഗ് സ്റ്റൈൽ തന്നെ മാറി. ഇപ്പം ഓരോ കാലത്തും ഓരോ ട്രെൻഡ് ഉണ്ടല്ലോ. ആംഗ്രി ബേർഡ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു എൻലെസ് റണ്ണർ ട്രെൻഡായിരുന്നു. ടെമ്പിൾ റണ്ണും സബ്വേ സർഫും പോലുള്ള ഗെയിമുകൾ. പിന്നീട് മിനി മിലീഷ്യ വന്നു, ക്ലാഷ് ഓഫ് ക്ലാൻസ് വന്നു, പബ്ജി വന്നു. അങ്ങനെ ഓരോ പുതിയ ട്രെൻഡുകൾ വന്നതോടുകൂടി ആംഗ്രി ബേർഡ്സ് ഔട്ട്ഡേറ്റഡ് ആവാൻ തുടങ്ങി. ഇത് പണ്ട് നമ്മൾ കളിച്ചൊരു ഗെയിം എന്നൊരു ലെവലിലോട്ട് മാത്രമായിട്ട് പോകും. ശരിക്കും ഇത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടിയിരുന്നത് പുതിയ ഗെയിമുകൾ നല്ല രീതിയിൽ ഇറക്കുകയും അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതിലൂടെയായിരുന്നു. പക്ഷേ ആംഗ്രി ബേർഡ്സിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ റോവിയോ എന്ന് പറയുന്നവർ ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പൈസയിലോട്ട് കൂടുതൽ ഫോക്കസ് ആവാൻ തുടങ്ങി. ഇപ്പോൾ ആംഗ്രി ബേർഡ്സിൻ്റെ മർച്ചൻഡൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ ടീഷർട്ട് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മർച്ചൻഡൈസ് ഒക്കെ വിറ്റ് ആ ഒരു ലാഭം പിടിക്കാനാണ് അവർ നോക്കിയത്. ഇങ്ങനെ ചെയ്യുന്നതിനോടുകൂടി ഇവഞ്ച്വലി ബ്രാൻഡിൻ്റെ വാല്യൂ നല്ലപോലെ ഡിക്രീസ് ആവാൻ തുടങ്ങി. പിന്നെ ഒന്നൊരു മെയിൻ പ്രശ്നമായിരുന്നു ആംഗ്രി ബേർഡ്സ് 2 കൊണ്ടുവന്ന ഫ്രീമിയം മോഡൽ. സോ ഫ്രീമിയം മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഫ്രീ ഗെയിമാണ്, പക്ഷേ അതിനകത്ത് ഇന്നാപ്പ് പർച്ചേസസ് ഒക്കെ കാണും. ആംഗ്രി ബേർഡ്സിൽ ഇങ്ങനെ ഒരു സംഭവമേ നേരത്തെ ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും ഇത് വളരെയധികം ഡയറക്റ്റ്ലി എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന ഗെയിമാണ്. പരസ്യമൊക്കെ വരുമായിരുന്നു, പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഫ്രീമിയം മോഡലിലോട്ട് ഇവർ അഡാപ്റ്റ് ആയപ്പം ഒരുപാട് കാലം കഴിഞ്ഞു. അതായത് ഒരുപാട് ഗെയിമുകൾ ഇത് കണ്ട് ഇത് ഒരു മടുപ്പായിട്ട് വന്നപ്പോഴാണ് ആംഗ്രി ബേർഡ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ലോയൽ ഫാൻസിന് ഇതൊരു കല്ലുകടിയായെന്ന് തന്നെ പറയാം. കാരണം അതുവരെ ആംഗ്രി ബേർഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അതേ ടൈമർ വരുന്നു, ഡയമണ്ട് മേടിക്കണം, കാശ് ഇറക്കണം എന്നൊക്കെ പറയുന്നൊരു ലെവലിലോട്ട്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും ലോയൽ ഫാൻസിന് ലോയൽറ്റി കുറഞ്ഞു. അതേസമയം തന്നെ പുതിയ ഫാൻസിനെയോ അല്ലെങ്കിൽ പുതിയ ഓഡിയൻസിനോ ഗ്രാബ് ചെയ്യാനോ അവർക്ക് സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന അവസ്ഥയായി ആംഗ്രി ബേർഡ്സിന്. പക്ഷേ റോവിയോ എന്ന കമ്പനി ഒരു മെർച്ചൻഡൈസ് അടക്കമുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ ലാഭം തിരിച്ചു പിടിക്കാൻ നോക്കി. ഫലം എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം മെർച്ചൻഡൈസിനുള്ള വാല്യൂവും പോയി, ഗെയിമിൻ്റെ വാല്യൂവും പോയി. എന്തായാലും ഈ 2015 തന്നെയാണ് ആംഗ്രി ബേർഡ്സിൻ്റെ ഒഫീഷ്യൽ ആനിമേറ്റഡ് മൂവി റിലീസ് ആവുന്നത്. 350 മില്യണോളം കളക്ട് ചെയ്ത് സിനിമയിൽ സക്സസ് ആയിട്ട് മാറി. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ആംഗ്രി ബേർഡ്സ് എന്ന ബ്രാൻഡിന് നല്ല ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ ഗെയിം ഔട്ട്ഡേറ്റഡ് ആയതും അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള നല്ല സംഭവങ്ങൾ ഇല്ലാത്തതും ഒക്കെയാണ് ഗെയിമിൻ്റെ പരാജയത്തിനുള്ള ഒരു വലിയ റീസൺ. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് ശേഷം ആംഗ്രി ബേർഡ്സ് പോയ റൂട്ട് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. ആംഗ്രി ബേർഡ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് റേസിംഗ് ഗെയിം, ആംഗ്രി ബേർഡ്സ് മാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബബിൾ വിച്ച് സാഗയും ക്യാൻഡി ക്രഷും ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഗെയിമുകൾ ഇറക്കാൻ തുടങ്ങി. ബേസിക്കലി ആംഗ്രി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു തെറ്റാലി വിട്ടിട്ട് ബേർഡ്സിനെ വിടുന്നു, പന്നികളെ നശിപ്പിക്കുന്നു, അവരുടെ കോട്ട നശിപ്പിക്കുന്നു, മുട്ട രക്ഷിക്കുന്നു. ഇതാണ് ആംഗ്രി ബേർഡ്സ്. ആ ഒരു മോഡൽ കൊണ്ടാണ് നമ്മളൊരു ആംഗ്രി ബേർഡ്സിനെ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ ഈ ബേർഡ്സിനെ ചുമ്മാ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് മേക്ക് ചെയ്ത് കളിക്കുന്നതോ അല്ലെങ്കിൽ ഇവരെ വെച്ച് റേസിംഗ് നടത്തുന്നതോ ഒന്നല്ല നമുക്ക് താല്പര്യം. റോവിയോ ആ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന എന്താണോ ആ രീതിയിൽ ചുമ്മാ ഗെയിം ഇറക്കാൻ നോക്കി. അതുതന്നെയാണ് ആംഗ്രി ബേർഡ്സിൻ്റെ പരാജയം വീണ്ടും കുറച്ചുകൂടെ ലെവലിൽ താഴോട്ട് പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഗെയിമുകളുടെ കടന്നുവരവാണ്. ഗെയിമിംഗ് എന്നല്ല, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും പുതിയ പുതിയ ട്രെൻഡുകളും പുതിയ പുതിയ കണ്ടന്റുകളും വന്നുകൊണ്ടേയിരിക്കും. സോ അവിടെ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവുന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് ആംഗ്രി ബേർഡ്സ്. ആംഗ്രി ബേർഡ്സ് കഴിഞ്ഞിട്ടാണ് മിനി മിലീഷ്യയും ക്ലാഷ് ഓഫ് ക്ലാൻസും ഒക്കെ നമ്മൾ കളിക്കുന്നത്. പിന്നീട് പബ്ജി കൂടെ വന്നതോടെ മൊത്തത്തിൽ സീൻ മാറിയെന്ന് പറയാം. പബ്ജി, ഫ്രീ ഫയർ പോലത്തെ ബാറ്റിൽ റോയൽ ഗെയിമുകൾ ഫുൾ ട്രെൻഡിൽ മാറിയതോടുകൂടി ഈ പറഞ്ഞ പഴയ ഗെയിമുകളൊക്കെ സൈഡായിപ്പോയി. അപ്പോൾ അതിൽ തന്നെ സബ്വേ സർഫേസ് ഒക്കെ പോലെ ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഗെയിമുകളൊക്കെ ഒരുപാട് ബാക്കിലോട്ട് പോയി. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് ആംഗ്രി ബേർഡ്സ്. പിന്നെ ആംഗ്രി ബേർഡ്സിൻ്റെ ക്ലാസിക് ഗെയിമുകൾ പല സ്റ്റോറുകളിൽ നിന്നും മാറ്റി പുതിയ സിസ്റ്റമുമായിട്ട് കോമ്പാറ്റബിൾ ആവാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ആംഗ്രി ബേർഡ്സിൻ്റെ ക്ലാസിക് ഗെയിമും പിന്നെ സ്പേസും സീസൺസും എല്ലാം പോയി. നമ്മളെല്ലാവരും ഏറ്റവും ലവ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ ആംഗ്രി ബേർഡ്സിനെയാണ്, അല്ലാതെ ആംഗ്രി ബേർഡ്സ് 2 ആംഗ്രി ബേർഡ്സ് ഗോയോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഉള്ളതും പോയി എന്നൊരു അവസ്ഥയായിട്ട് മാറി. എന്തായാലും പിന്നീട് ഇവിടുത്തെ റിലോഞ്ച് ചെയ്യാൻ നോക്കിയായിരുന്നു. റെഡ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് iOS-ൽ ഇപ്പോഴും ആംഗ്രി ബേർഡ്സിൻ്റെ ക്ലാസിക് ഗെയിം നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ ആൻഡ്രോയിഡിൽ ഈ ഗെയിം അവൈലബിൾ അല്ല. 2019 ആംഗ്രി ബേർഡ്സിൻ്റെ ആനിമേറ്റഡ് മൂവി സെക്കൻഡ് പാർട്ട് പുറത്തിറങ്ങി. ആദ്യത്തിൻ്റെ അത്ര വലിയ വിജയമല്ലെങ്കിലും അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി. ഈ 2 ആനിമേറ്റഡ് മൂവീസും എനിക്കൊന്ന് കൊച്ചി TV ആണെന്ന് തോന്നുന്നു മലയാളം ഡബ് വന്നിട്ടുണ്ട്. പിന്നാണ് ലോക്ക്ഡൗണിൻ്റെ കടന്നുവരവ്. ഓൾറെഡി പബ്ജിയും ഫ്രീ ഫയറും ഒക്കെ വന്നിട്ട് മാർക്കറ്റ് പോയി. അതിൻ്റെ കൂടെയാണ് Among Us പോലത്തെ പുതിയ മാരണങ്ങളുടെ കടന്നുവരവ്. അങ്ങനെ ആംഗ്രി ബേർഡ്സിൻ്റെ കാര്യത്തിൽ മൊത്തത്തിലൊരു തീരുമാനമായി തന്നെ പറയാം. എന്നാലും ഞാനടക്കമുള്ള ഒരുപാട് പേര് ലോക്ക്ഡൗൺ സമയത്ത് ആംഗ്രി ബേർഡ്സ് കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണുന്നത് ആംഗ്രി ബേർഡ്സ് 2 ആണ്. നമ്മൾ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആംഗ്രി ബേർഡ്സ് 1 അല്ലെങ്കിൽ ആംഗ്രി ബേർഡ്സ് സീസൺസും റിയോയും സ്പേസും ഒക്കെയാണ്. അതൊന്നും ഇല്ലാതെ ആംഗ്രി ബേർഡ്സിൻ്റെ 2 ഇത് പ്രീമിയം മോഡൽ ഗെയിം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് നല്ലപോലെ കുറഞ്ഞു. ഇവഞ്ച്വലി അൺഇൻസ്റ്റാൾ ചെയ്തു. 2023 സോണിക്കൊക്കെ ഓൺ ചെയ്യുന്ന സെഗ കമ്പനി ആംഗ്രി ബേർഡ്സിനെ വാങ്ങി. ഈ ഒരു അക്വിസിഷനോട് കൂടിയാണ് ആംഗ്രി ബേർഡ്സിൻ്റെ തിരിച്ചുവരവിനുള്ള ഹോപ്സ് കൂടുന്നത്. 2027 ആംഗ്രി ബേർഡ്സിൻ്റെ 3ാമത്തെ ആനിമേറ്റഡ് മൂവി റിലീസ് ആവുന്ന ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു പഴയ ക്ലാസിക് ഗെയിമുകളുടെ തിരിച്ചുവരവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു iOS-ൽ ഈ റെഡ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗെയിം അവൈലബിൾ ആണ്. പക്ഷേ ആൻഡ്രോയിഡിൽ ഇതില്ല. പിന്നെ സ്പേസും റിയോയും സീസൺസും പോലത്തെ ക്ലാസിക് ഗെയിമുകൾ ഒരിടത്തും ഇല്ല. ഇതെല്ലാം പ്രോപ്പർലി തിരിച്ചു കൊണ്ടുവരുന്നു, പുതിയൊരു കിടിലൻ ഗെയിം വരുന്നു. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. സെഗ എന്നൊരു വലിയ കമ്പനി ആയതുകൊണ്ട് ഇതൊക്കെ പോസിബിൾ ആണെങ്കിൽ പോലും
ഈ ഗെയിമുകളൊക്കെ വന്നു കഴിഞ്ഞാലും എത്ര പേര് ഏറ്റെടുക്കും എന്നുള്ളൊരു ചോദ്യമാണ്. വീഡിയോ തുടങ്ങിയത് തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയും ചിങ്കിസ് ഖാനെയും പോലെ ലോകം കീഴടക്കിയ കിളികളെ പറ്റി പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്താർക്കും ഈ കിളികളെ വേണ്ട. സോ ഇവർ തിരിച്ചു വന്നാലും ആ ഒരു പഴയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ, ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് സംശയം തന്നെയാണ്. ഒരു പഴയ ഹാർഡ് കോർ ഫാൻ എന്ന രീതിയിൽ ആംഗ്രി ബേർഡ്സിന് സംഭവിച്ചത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു വലിയ എക്സാമ്പിളാണ്. ലോകം കീഴടക്കിയാൽ പോലും, എത്ര വലിയ ബ്രാൻഡ് ആണെങ്കിൽ പോലും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തകർന്ന് താഴെ വീഴുമെന്നുള്ള ഒരു വലിയ എക്സാമ്പിൾ. എനിക്കുള്ള ആംഗ്രി ബേർഡ്സിൻ്റെ ഏറ്റവും വലിയ മെമ്മറീസിൽ ഒന്നായിരുന്നു ആംഗ്രി ബേർഡ്സിൻ്റെ ടീഷർട്ട് ഉണ്ടായിരുന്നത്. ഈ ടീഷർട്ട് ഇട്ട് ഞാൻ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കൃഷ്ണപ്രസാദ് എന്നാണ് പുള്ളിയുടെ പേര്. പക്ഷേ നിങ്ങൾ വേറൊരു പേര് പറഞ്ഞാലായിരിക്കും പുള്ളി അറിയാവുക, ബാദുഷാ ഖാൻ. ഞാനടക്കം ഒരുപാട് പേരുടെ ചൈൽഡ്ഹുഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളൊന്നും തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഗെയിമുകൾ. ഒരുപാട് ഗെയിമുകൾ നമ്മൾ പണ്ട് കളിച്ച് ഇപ്പോൾ പോയി തപ്പിയാൽ ചിലപ്പം പ്ലേ സ്റ്റോറിൽ അപ്പ് സ്റ്റോറിലൊക്കെ കാണും, ചിലത് കാണില്ല, ഇതിലേക്ക് സൈറ്റിൽ പോയി തപ്പിയെടുക്കണം, ചിലതാണ് ഒരിക്കലും കിട്ടത്തുമില്ല. ഇത്തരത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്ന ഗെയിമുകൾ ഏതൊക്കെയായിരുന്നു കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടും ഇതുപോലത്തെ വീഡിയോസ് എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടൈമാണ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് വരുന്നത്. എല്ലാവർക്കും വീഡിയോ എൻജോയ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഗെയിമിംഗ് എക്സ്പീരിയൻസ്.